CPM എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, എല്ലായിടത്തും പിന്നോക്കം പോയി. ഇപ്പം തർക്കമാണ്. അതായത് കേരളത്തിലെ CPMൻ്റെ നേതാക്കൾ പറയുന്നു കോൺഗ്രസുമായി കൂട്ടുകൂടിയോണ്ടാണ് തോറ്റെന്ന്. മറ്റേ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു കേരളത്തിലെ സർക്കാരിൻ്റെ പരാജയം കൊണ്ട് അടിത്തറ ഇളക്കിയ പരാജയമാണെന്ന്. ഇവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് CPMൽ? തെറ്റ് എന്ന് പറഞ്ഞിട്ട് PI നയത്തിൻ്റെ ഒരു നോവലുണ്ട്. ആ നോവൽ സിനിമയുമായി. ആ സിനിമയിൽ തെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഇത് തുടങ്ങിയതെന്നോ എവിടെയോ എന്ന്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നുണ്ട്, ആ തെറ്റ് ജയിക്കുന്നു, ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് വയലാറാണ് എഴുതിയതെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഇത്തരം ആവർത്തനങ്ങൾ, പഞ്ചിങ് ആയിട്ടുള്ള ആവർത്തനങ്ങളൊക്കെ വയലാറിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് വയലാറിൻ്റെത് ഞാൻ ഊഹിക്കുന്നു. ഇനി ONV P. ഭാസ്കരനോ ആണെങ്കിൽ എന്നെ അതിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലരുത്, ഓർമ്മയില്ലെന്ന് പറയും. ഈ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ. ആ തെറ്റ് ജയിക്കുന്നു, ചരിത്രം ആവർത്തിക്കുന്നു. ഈ ചരിത്രം ആവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തലയിലെഴുത്താണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് എങ്ങനെയാണ്? ബേസിക് ഇഷ്യൂ പിളരാനുള്ള ഇമ്മീഡിയറ്റ് കാരണങ്ങൾ ഇതാണ്. PC ജോഷി എഴുതിയെന്ന് പറയുന്ന ഒരു മാപ്പപേക്ഷ, ബ്രിട്ടീഷുകാർക്ക് എഴുതിയ മാപ്പപേക്ഷ, ഈ സാവർക്കറുടെ മാപ്പപേക്ഷ, ഇത് വേറൊരു മാപ്പപേക്ഷയായിരുന്നു. ഇത് യഥാർത്ഥത്തിലുള്ള മാപ്പപേക്ഷയായിരുന്നു. ആയിക്കോട്ടെ, അത് ബോംബെയിലെ ഒരു വാരിക പ്രസിദ്ധീകരിച്ചു. അത് വലിയ തർക്കമായി. അപ്പോൾ അതിൻ്റെ പുറത്താണ് പിളർപ്പ് ഉണ്ടായത്. ഇമ്മീഡിയറ്റ് റീസൺ അതായിരുന്നു. ബട്ട് ഉള്ളിൻ്റെ അകത്തെ റീസൺ കോൺഗ്രസുമായിട്ടുള്ള നമ്മളുടെ നിലപാട് എന്തായിരിക്കണം? കാരണം സോവിയറ്റ് യൂണിയൻ കോൺഗ്രസ്സിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നു. ചൈന കോൺഗ്രസ്സിനെ മൈൻഡ് ചെയ്യുന്നില്ല, ഇന്ത്യയുടെ ശത്രുവൊക്കെ. 62 ആക്രമണം സംഗതിയൊക്കെ. അപ്പോൾ 64 ഈ ചർച്ച. അപ്പോൾ ഈ ബേസിക്കലി കോൺഗ്രസ്സിനോടുള്ള നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെ ചൊല്ലിയാണ് അവിഭക്ത CPI പിളരുന്നത്. ബേസിക് റീസൺ ഇതാണ്. കോൺഗ്രസുമായിട്ട് ഒരു മൃദു സമീപനം വേണമെന്നും കോൺഗ്രസ്സിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും സോവിയറ്റ് യൂണിയൻ്റെ അഡ്വൈസും അങ്ങനെയായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായിട്ട് സമരസപ്പെട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തെറിച്ചു പോകും, നിങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടാവില്ല എന്നായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ ഉപദേശം. അത് കേൾക്കാൻ ഒരല്പം റാഡിക്കൽ എന്ന് പറയുന്ന ഈ വിഭാഗം തയ്യാറായിരുന്നില്ല. EMS മുതൽ അച്യുതാനന്ദൻ വരെ ഉള്ളവരൊക്കെ. അപ്പോൾ അവർ 32 പേര് ഇറങ്ങിപ്പോയിട്ട് CPM ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പേരിൽ ആദ്യമായിട്ട് ഇവർ തെറ്റുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ ഈ സംഭവിക്കുക. അതിനുശേഷം ഇവർ അടുക്കുകയും അകലുകയും അടുക്കുകയും അകലുകയും ഒക്കെ ചെയ്തു. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴായിരുന്നു അടുത്ത പ്രതിസന്ധി. അടിയന്തരാവസ്ഥയിൽ CPI കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞും CPIയുടെ കേരള ഘടകം അച്യുതമേനോനടക്കം 79 ഇവരുടെ ഭട്ടിൻഡ കോൺഗ്രസ് നടക്കുന്നത്. 78 79 ഭട്ടിൻഡ കോൺഗ്രസ് CPIയുടെ നടന്നപ്പോൾ അതിൽ നമ്മളുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് വാദിച്ചത് അച്യുതമേനോനടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് തെറ്റിപ്പോയി എന്ന് ഘോരഘോരം വാദിച്ചത് നമ്മളുടെ ബംഗാളിലെ ഗീതാ മുഖർജിയുടെ ഭർത്താവുണ്ടല്ലോ, വിശ്വജിത്ത് മുഖർജി. അദ്ദേഹമാണ് സ്ട്രോങ് ആയിട്ട് അത് ചെയ്തത്. മുഴുവൻ അബദ്ധമായി പോയി, അടിയന്തരാവസ്ഥയെ സപ്പോർട്ട് ചെയ്തു, കോൺഗ്രസിൻ്റെ വാലായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ. ഡാങ്കയുടെ ഒരു തിയറി ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥ മോശമായി പോയി എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം, അതർവൈസ് കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടിയതിൽ നമുക്ക് ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല, സീറ്റ് നോക്ക്, വോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞുള്ളത്. അവസാനം ഈ പറഞ്ഞ ഏകദേശം ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയ്ക്ക് അടിയന്തരാവസ്ഥ സപ്പോർട്ടിങ് എമർജൻസി വാസ് എ മിസ്റ്റേക്ക്, എക്സെപ്റ്റ് ദാറ്റ് ഓൾ അതർ തിങ്സ് വെർ ഗുഡ് എന്ന് പറഞ്ഞു. ബട്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം മെല്ലെ വിച്ഛേദിച്ചു, CPMുമായിട്ട് എടുത്തു. CPMും അന്ന് വലിയ പ്രശ്നത്തിൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസിനെ എങ്ങനെ അംഗീകരിക്കും? എന്നാൽ കോൺഗ്രസ് അടിയന്തരാവസ്ഥയിൽ കാര്യമായിട്ട് CPMനെ ഉപദ്രവിച്ചിട്ടുമില്ല. ഓൾ ദീസ് പീപ്പിൾ വെയർ ഫ്രീ. EMS അടക്കം എല്ലാവരും ഫ്രീ ആയിരുന്നു. ജയിലിൽ പോയതും തല്ലുകൊണ്ടതും ഒക്കെ RSSകാർ, നക്സലൈറ്റുകാർ, ഗാന്ധിയന്മാർ. CPMകാരൊക്കെ ജയിലിൽ പോയതേ ഉള്ളൂ അല്ലേ? ഞാൻ പോയതിലും വേഗത്തിൽ ഇറങ്ങി വന്നു. MA ബേബി തോമസ് ഐസക്കൊക്കെ അന്ന് എറണാകുളത്തുള്ളതാണ്. എൻ്റെ സുഹൃത്ത് T സതീശൻ. ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് വലിയ സമരം നടത്താൻ ഇവന്മാർ മാറിക്കളഞ്ഞു. സതീശൻ പിന്നെ ബാക്കിയുള്ള RSSകാരുമായിട്ട് സതീശൻ മുന്നോട്ട് പോയി.
സതീശൻ ഇപ്പോഴും ഉണ്ട്, ജീവനോടെ ഉണ്ട്. യു ക്യാൻ വെരിഫൈ വിത്ത് ഹിം. ഹി നോസ് ബെറ്റർ ദാൻ മീ ഇത്തരം കാര്യങ്ങൾ മാസവും ഡേറ്റും വെച്ചിട്ട് ആരെവിടെയായിരുന്നു എന്നൊക്കെ പറയാം. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ഈ കലക്കമുണ്ടായി. എങ്ങനെ കോൺഗ്രസുമായിട്ട് സഹകരിക്കണോ വേണ്ടയോ ഇപ്പോഴും അതേ പോയിന്റിൽ വന്ന് നിൽക്കുന്നു. കാരണം കേരളം, ആന്ധ്ര, തമിഴ്നാട് പത്രത്തിൽ കണ്ടതാണ് കേട്ടോ. ഈ 3 പേര് കോൺഗ്രസുമായിട്ട് ചേർന്നത് നമുക്ക് ദോഷമായി. അതാണ് കേരളത്തിൽ പോലും തോൽക്കാൻ കാര്യം എന്നാണ് അവരുടെ തിയറി. കേന്ദ്ര കമ്മിറ്റി ചോർന്നപ്പം നിങ്ങളുടെ വർഗശത്രുവായ കോൺഗ്രസുമായിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ ജനം സഹിക്കില്ല. 1-2 തവണ ചിലപ്പോൾ ഒന്ന് കണ്ണടച്ചു എന്നൊക്കെ വരും. ഒരിടത്തോ രണ്ടിടത്തോ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാലും പോട്ടെ എന്ന് വയ്ക്കും. ബട്ട് ഈ ഇന്ത്യ മുന്നണി എന്നുള്ള സംവിധാനം, അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ നമ്മളെ കണ്ടു. നമ്മളതിൻ്റെ ഭാഗമാകാൻ പോയൊന്നുമില്ല, വെറുതെ ഒന്ന് കൈപൊക്കാനാണ് പോയത്. ആ മുന്നണിയുടെ ഭാഗമൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ സാങ്കേതികത ജനത്തിന് ബോധ്യമായില്ല. ജനം പറഞ്ഞു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഒന്നാണ്. അപ്പോൾ കേരളത്തിലോ അതാ മനസ്സിലാവാത്തത്. ബോധമില്ലാത്ത ആൾക്കാർ കേരളത്തിൽ ഇവർക്ക് ഒന്നിച്ച് നിന്നൂടെ? നമ്മളൊക്കെ പറയാറുള്ള പോലെ 10 സീറ്റ് നിനക്ക് 10 സീറ്റ് എനിക്കെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കേരളം കവർ ചെയ്ത് പോവാം. 20 സീറ്റ് കിട്ടും. 20 സീറ്റ് കിട്ടും. ഇന്ത്യ മുന്നണിക്ക് 20 സീറ്റ് കിട്ടും. 10 സീറ്റ് CPM കിട്ടും. കോൺഗ്രസിന് ഇപ്പോൾ 99 89 കുറയും. ഇത്രയല്ലേ ഉള്ളൂ. 89 99 തമ്മിൽ എന്താ ഇത്ര വ്യത്യാസം? നിങ്ങളുടെ ഒരു സഹോദരനുള്ളപ്പോൾ അവനും ഒരു 10 സീറ്റ് കൊടുത്തു, ലോക്സഭയിൽ വന്നു, അവിടെ വന്ന് കൂവണം. കൂവി ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ കൂവിയാലും എന്താ, കമ്മ്യൂണിസ്റ്റുകാരൻ കൂവിയാലും എന്താ, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് കൂവാൻ പറ്റുമായിരിക്കും, ശക്തിയിൽ, ലങ് പവർ അനുസരിച്ച്. ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങളിത് കളഞ്ഞു വിളിച്ചു. നിങ്ങളുടെ പിടിവാശി കാരണം കേരളത്തിൽ കോൺഗ്രസിനെ വേണ്ടാന്ന് വെച്ചു. ഇപ്പം നിങ്ങൾ പരാജയപ്പെട്ടു, ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി. ഇതാണ് ബാക്കിയുള്ളവരുടെ ഉത്തരേന്ത്യൻ ഘടകങ്ങൾ എന്നൊക്കെ പറയും. രാജസ്ഥാനിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്, ഗുജറാത്തിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്. നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? രാജസ്ഥാനിൽ ശകലമുണ്ട്, ഒരാൾ ജയിച്ചിട്ടൊക്കെയാണ്. ഗുജറാത്തിലൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് ഈ CC എന്ന് പറയുന്ന സെൻട്രൽ കമ്മിറ്റിയിലേക്ക് ആൾക്കാർ വേണമല്ലോ. അതെ. അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുള്ള നക്സലൈറ്റാണ് ഫിലിപ്പ് എം പ്രസാദ്. അപ്പോൾ അദ്ദേഹം ഈ ബഹളം നടക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, മോഹൻദാസ്, ഈ പാർട്ടി പിളരും. ചെറുതാണെങ്കിലും ഒരു വിഭാഗം സ്പ്ലിറ്റ് ചെയ്ത് വേറൊരു പാർട്ടി ഉണ്ടാക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് പോയിട്ട് ഈ നക്സലൈറ്റുകൾ എന്ന് പറയുന്നത് ബേസിക്കലി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കഷ്ണങ്ങളാണല്ലോ. ആദ്യം നക്സലൈറ്റ് ആവുന്നു, പിന്നെ അതിൽ വേണുവിൻ്റെ വിഭാഗം CRC CPIML എന്ന് പറഞ്ഞ് വേറെ പോകുന്നു, ഉണിച്ചക്കൻ വേറെ പോകുന്നു, രാമേന്ദ്രൻ വേറെ പോകുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇവർ തിരിഞ്ഞു പോകുന്നു. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ തർക്കം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ബൂർഷ്വാസി കോംബ്രദോർ ബൂർഷ്വാസിയാണോ? ഇതെന്ത് കുന്തം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് അവരെ സമയത്തോളം വലിയ സൈദ്ധാന്തികമായ പ്രശ്നമാണ്. ആകെ 4 പേരേ ഉള്ളൂ. അവരെ തന്നെ പോലീസ് അടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുക, കാട്ടിലാണ്. എന്നിട്ടും ഈ സൈദ്ധാന്തിക ദുശ്ശാഠ്യം വിടാതെ സാങ്കല്പികമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ഗ്രൂപ്പുകളായിട്ട് പോയി. ഇപ്പോഴും ഇവർക്ക് സംഭവിക്കുന്നത് ഇത് തന്നെ. കോൺഗ്രസുമായിട്ട് എന്തായിരിക്കണം നിലപാട് എന്നതിനെ ചൊല്ലിയാണ് വഴക്ക്. വ്യക്തതയില്ല എപ്പോഴും. അപ്പോൾ അതിന് തെറ്റുതിരുത്തൽ രേഖ പോളിറ്റ് ബ്യൂറോയ്ക്ക് തയ്യാറാക്കാനായിട്ട് ഇവർ വിട്ടു എന്നാണ് വാർത്ത. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കേരള നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നും PBയിൽ ആവശ്യമുയർന്നു. വെറും നിസ്സാര കാര്യമല്ല, ഇത് മൊത്തം കുളമാക്കിയത് കേരള നേതാക്കളാണ്. അതുകൊണ്ട് അവർക്കെതിരെ അച്ചടക്ക നടപടി വേണം. ബംഗാൾ ഘടകമാണ് തൽക്കാലം അച്ചടക്ക നടപടിയൊന്നും വേണ്ട, നമുക്കൊരു രേഖ തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. വളരെ സീരിയസ് പ്രശ്നമാണ്. കാരണം പാർട്ടിയെ ഫൈനാൻസ് ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന മനുഷ്യനാണ്. കേരളത്തിൽ നിന്ന് വേറെ എങ്ങനെ നിങ്ങൾ 10 പൈസ കിട്ടാനില്ലല്ലോ. കേരളത്തിലാണ് എന്തെങ്കിലും പോളിറ്റ് ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റിയൊക്കെ കൂടുന്നു. ഇവർക്ക് ഭക്ഷണവും ചായയൊക്കെ കിട്ടണമെങ്കിൽ പിണറായി വിജയൻ കാശ് കൊടുക്കണം. അങ്ങനെയാണ് പാർട്ടിയെ നിലനിർത്തിയിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ പാർട്ടിയിലുള്ള ആശാന്മാർ പിണറായി വിജയനെ പുറത്താക്കണം, അയാളുടെ പേരിൽ അച്ചടക്ക നടപടി. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. നടക്കില്ല, സമ്മതിക്കില്ല കേരളത്തിലെ ആൾക്കാർ. കേരളത്തിൽ നിന്ന് CCയിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടാണ് പിണറായി വിജയന് പിന്നിൽ. പിണറായി വിജയനാണ് ഫൈനാൻസ് ചെയ്യുന്നത് പാർട്ടിയെ. ദെൻ വാട്ട് ഈസ് ദാറ്റ് അതർ പീപ്പിൾ ആർ ഗോയിങ് ടു ഡു? അപ്പോൾ അവർ
സ്പ്ലിറ്റ് ചെയ്ത് പുതിയൊരു പാർട്ടിയായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് കിട്ടാവുന്ന സീറ്റുകൾ അവിടെ ഇവിടെ ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുമല്ലേ, ജാർഖണ്ഡിൽ മഹാരാഷ്ട്രയിലേക്ക് കിട്ടാവുന്ന സീറ്റ് സംഘടിപ്പിക്കാമെന്ന് അവർ നോക്കും. സപ്പോസ് അവർക്കൊരു 10-25 സീറ്റ് കിട്ടിയെന്ന് വെച്ചോ 2-3 നിയമസഭകളിൽ, അപ്പം ദെൻ ദേ വിൽ ബിക്കം ദ റിയൽ പാർട്ടി. കേരളത്തിലെ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്ന് വയ്ക്കുക, അതോടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യമാണ്. പിണറായി വിജയനാണെങ്കിൽ വയസ്സ് കയറി വരുമല്ലോ, നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് വയസ്സ്. പിന്നെ ആരും ഇത് നോക്കും? അപ്പോൾ അനാഥരായി പോകും. ഈ സാധനം ഉത്തരേന്ത്യൻ ഘടകങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങൾ പറയുന്ന ലൈനാണ് ഇറ്റ് ഈസ് ഓബ്വിയസ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു, നിങ്ങൾ തോറ്റു, ഒരു സീറ്റിലേക്ക് ചുരുങ്ങി. നിങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ നിങ്ങൾ മത്സരിച്ചിരുന്നെങ്കിൽ തമിഴ്നാട് നോക്ക്, നിങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയില്ലേ? രാജസ്ഥാനിലൊരു സീറ്റോ മറ്റോ ഉണ്ട്, അസംബ്ലിയിലാണെന്ന് തോന്നുന്നു. എനിവേ വാട്ട് എവർ ഈസ് ദെയർ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കോൺഗ്രസ്. ആൻഡ് യൂസ് ചെയ്തിട്ട് കോൺഗ്രസിനെ ടച്ച് ചെയ്യരുത്, അവർ തൊട്ടുകൂടാത്തവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ സിസ്റ്റം വിൽ കൊളാപ്സ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഇന്ത്യയിലുണ്ടാവില്ല. നമ്മളെ പരിഹസിച്ച് ഓരോരുത്തർ പ്രസംഗിക്കാറില്ലേ, ചുമന്ന കൊടി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാറില്ലേ, അത് സത്യമായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കുമെന്ന്. ഇവർ കേൾക്കാനും തയ്യാറില്ല. ഇവരിവിടെ കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ അതിന് വരാവുന്ന നാണക്കേട് ആലോചിച്ച് നോക്കി. കെ സുധാകരനും വി ഡി സതീശനും പിണറായി വിജയനും തോമസ് ഐസക്കും ഒരേ പാർട്ടിയിൽ വരുന്നൊരു ചിത്രം ആലോചിച്ച് നോക്കി. ചിന്തിക്കാൻ പറ്റുന്നില്ല, കേരളത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല അത് ബി ജെ പിക്ക് ഒരു ഗോൾഡൻ ചാൻസും ആകും. ഇപ്പോൾ ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാവാത്തൊരു ഫോർമുല ഏതാണ്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷം ബി ജെ പി ആണ്, അവരടിച്ചു കയറി വരും. ഈ അപകടമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അവർ പറയുന്നത് എത്രയോ സ്ഥലത്ത് ബി ജെ പി വന്നു, കേരളത്തിലും ബി ജെ പി പ്രതിപക്ഷത്തിരുന്നാൽ നിങ്ങൾക്ക് എന്താ? അതാണ് അവർ ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഭൂരിപക്ഷം നിങ്ങളുടേതാണ്, ഭരണം നിങ്ങളുടേതാണ്, പ്രതിപക്ഷത്തൊരു 10 ബി ജെ പി MLA-മാരുണ്ട്, എന്തിനാണോ പേടിക്കുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. ഇവരിവിടെ വേണ്ടാത്ത വാശിൽ ബി ജെ പിയെ കാലുകുത്തിയല്ലേ കെ സുരേന്ദ്രനൊക്കെ നടക്കുന്നത്. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ ഇവരൊക്കെ കാലുകുത്തിയാണ് നടക്കുന്നത്. കൈകുത്തി നടക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ AKG സെൻറ്ററിൽ നിന്ന് അവർ നോക്കുമ്പോൾ ഇവർ കൈകുത്തിയായിരിക്കുന്നു. ഇതൊക്കെ എന്ത് പ്രാന്താണ്? ഇപ്പോൾ ഉത്തരേന്ത്യക്കാർ പറയുന്നത് ഇത്തരം പ്രാന്തൊക്കെ അവസാനിപ്പിക്കുക, കാല് കുത്തിക്കില്ല എന്നൊക്കെ പറയാൻ നടക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ തന്നെ ഇല്ലാതെയാവുന്നു. ഫുൾ ഗ്രൗണ്ട് കോൺഗ്രസ്സിന് കൊടുക്കുന്നു. അടുത്ത തവണ UDF അധികാരത്തിൽ വന്നു എന്ന് വെച്ചോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ തലപ്പുറത്ത് കാണിക്കാൻ പറ്റുമോ? കടിച്ചതുമില്ല, പിടിച്ചതുമില്ല, അഖിലേന്ത്യാ തലത്തിലും ഇല്ല, കേരളത്തിലും ഇല്ല എന്നാകും. സോ ബെറ്റർ യു അലൈൻ വിത്ത് കോൺഗ്രസ് എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിനകത്ത് സെൻസുണ്ട്, ഇവരുടെ പരിഭ്രമത്തിൽ സെൻസുണ്ട്. ഇവർക്ക് ഈ വേണ്ടാത്തൊരു വാശിയുണ്ട്, ബി ജെ പിയെ കാല് കുത്തിക്കില്ല. ബി ജെ പി കാല് കുത്തിക്കഴിഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചു, നേരത്തെ രാജഗോപാൽ നിയമത്തിൽ ജയിച്ചു. അത് ഞങ്ങൾ പിന്നെയും അക്കൗണ്ട് പൂട്ടിച്ചത് എത്ര കാലം നിങ്ങളിങ്ങനെ കൊണ്ടുപോകും? ഓക്കെ, ഇഫ് സം സീറ്റ്സ് ആർ ഗോയിങ് ടു ദം, ലെറ്റ് ഇറ്റ് ഗോ, ബട്ട് സ്റ്റിൽ യു വിൽ ബി ദ റൂളിംഗ് പാർട്ടി. ഇപ്പോൾ 99 സീറ്റ് പിണറായി വിജയനുണ്ട്, 120 സീറ്റുമായിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. ഒരു 20 സീറ്റ് പ്രതിപക്ഷ ബെഞ്ചിൽ ബി ജെ പി ഇരിക്കുന്നു. എന്ത് വരാൻ? ബി ജെ പിക്കാരൻ കുറേ ഒച്ച വയ്ക്കാൻ അവിടെ കിടന്ന്. ഇതല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. പ്രാക്ടിക്കലി ഹോൾ കേരള നിങ്ങളായിരിക്കും റൂൾ ചെയ്യുന്നത് എറ്റേണലി. ബിക്കോസ് നിങ്ങൾക്ക് മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, ഓൾറെഡി നിങ്ങളുടെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കയ്യിലുള്ള ഹിന്ദുക്കളുടെ വോട്ട് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കാനില്ല. പിന്നെ 5, 10, 15 ബി ജെ പിക്കാർ ജയിക്കുകയോ തോറ്റുകയൊക്കെ ചെയ്തിട്ട് നിയമസഭയിൽ ബഹളം വയ്ക്കും. ഇത്രയല്ലേ ഉള്ളൂ. അത് മാർഷലിനെ വിട്ടിട്ട് പൊക്കിയെടുത്ത് പുറത്തുകളയിടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ബി ജെ പിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉത്തരേന്ത്യൻ വാദം. അത് കുറേ കൂടെ ലോജിക്കലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എത്രയോ കാലമായിട്ട് പറയുന്നത്, നിങ്ങൾ വഴക്കിടാതെ നിങ്ങളൊരു മുന്നണിയായിട്ട് 10 സീറ്റ് നിങ്ങളെടുത്ത് 10 സീറ്റ് നിങ്ങൾ ഇതിൽ നിയമസഭയിൽ 140 സീറ്റുണ്ട്. 70 തനിക്ക്, 70 എനിക്ക്. താൻ ജയിച്ച തനിക്ക് MLA, ഞാൻ ജയിച്ച എനിക്ക് MLA. വാശിയോടെ രണ്ടുപേരും പ്രവർത്തിക്കും. കമ്മ്യൂണിസ്റ്റുകാരനെ ജയിപ്പിക്കാനായിട്ട് കോൺഗ്രസ്സുകാരൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് തിരിച്ചും പ്രവർത്തിക്കും. നിങ്ങൾക്ക് സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. എന്തിനാ ഈ വഴക്ക്? ഞാൻ ഉത്തരേന്ത്യൻ ലൈനിനോട് യോജിക്കുന്നു. CPM-ന്റെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഈ നേതാക്കൾ തമ്മിലുള്ള തർക്കമുണ്ടല്ലോ, ഇത് CPM-നെ പിളർത്തുമോ? അതാണല്ലോ ആളുകൾ പിളർത്തുന്നാണ് എന്നേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം അറിയാവുന്ന ഫിലിപ്പൻ പ്രസാദ് എന്നോട് പറഞ്ഞത്. മോഹൻദാസ് നോക്കിയോ, ദിസ് ഇസ് ലീഡിങ് ടു എ സ്പ്ലിറ്റ്.
മേ നോട്ട് ബി മെജോറിറ്റി, 50-50 ആയിരിക്കില്ല, ബട്ട് 30-70 ആയിട്ടോ എങ്ങനെയെങ്കിലും പിളരും. എനിക്കറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ പിളരും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രാക്ടിക്കലി സാർ അന്നത്തെ പാർട്ടിയല്ല ഇപ്പോൾ. ഫൈനാൻഷ്യർ ഈസ് ദ ബോസ് ഓഫ് ദ പാർട്ടി. ഫൈനാൻഷ്യർ പിണറായി വിജയനാണ്. പാർട്ടിക്ക് തൊട്ട് വേണ്ടേ പ്രവർത്തിക്കാൻ. പുള്ളി പറഞ്ഞു, അതിനകത്ത് മോഹൻദാസ് പറയുന്നതിനകത്തൊരു മെരിറ്റുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ വിചാരിച്ചാൽ കാശുണ്ടാക്കാവുന്ന ആൾക്കാർ വടക്കുമുണ്ട്. എപ്പോഴും അധികാരമുണ്ടെങ്കിലേ പണം കിട്ടുള്ളൂ എന്നല്ല, അതല്ലാതെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. കോൺഗ്രസുമായിട്ട് ചേരുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, പിന്നെ പൈസ ഉണ്ടാക്കാനൊക്കെ അതൊക്കെ സബ്സീക്വൻ്റ് ആയിട്ട് നടന്നോളും എന്നാണ് അദ്ദേഹത്തിൻ്റെ റീഡിങ്. ഏതായാലും നമുക്ക് നോക്കാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പാർട്ടി കോൺഗ്രസ് വരുന്നത് വരെ തൽക്കാലം നടപടി എടുക്കേണ്ടത്. അതായത് പാർട്ടി കോൺഗ്രസ് ആണ് ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇനി ലോക്കൽ കമ്മിറ്റി സെപ്റ്റംബർ വരുന്ന സമ്മേളനമോ സംസ്ഥാന സമ്മേളനം എല്ലാം നടന്നു. അപ്പോൾ അതുവരെ ഈ ഒരു സാധനം നേതാക്കളുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കുമോ പ്രത്യേകിച്ച് നടപടി എടുക്കേണ്ടതെന്ന് പറയുന്നത്? അതെ 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 അതുകൊണ്ട് തന്നെയാണ്. കാരണം നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് പിന്നെ മാനേജ് ചെയ്യാൻ. ഇപ്പോൾ ഇവരിപ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ബുദ്ധിശൂന്യതയുണ്ട് ഇതിൽ. കോൺഗ്രസ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കണ്ടേ, എന്നിട്ട് പാർട്ടി സ്പ്ലിറ്റ് ആകുകയെങ്കിലും ചെയ്തിട്ട് ആ സ്പ്ലിറ്റ് ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ കൂടെ വന്നാൽ തന്നെ കോൺഗ്രസ്സിന് നല്ലതാണ്. ഈ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ സ്പ്ലിറ്റ് ആകുകയാണെങ്കിൽ കേരളത്തിലും ഒരു ചെറിയ കഷ്ണമെങ്കിലും അങ്ങോട്ട് പോകും. ഡിസ്ഗ്രണ്ടിലായിട്ട് നിൽക്കുന്ന തോമസ് ഐസക്ക്, ജി സുധാകരൻ, ഇങ്ങനെ കുറേ അധികം പേര് ഡിസ്ഗ്രണ്ടിലുണ്ട്. അവരെല്ലാം ഈ സ്പ്ലിറ്റ് ചെയ്ത സ്പ്ലിൻറ്റർ ഗ്രൂപ്പിൻ്റെ കൂടെ പോകും. അവരൊരു അസറ്റല്ലേ കോൺഗ്രസ്സിന്. അതെ, അവരുടെ കൂടെ അവരുടെ കൊട്ടയിൽ, UDF കൊട്ടയിൽ ചില ചെറുതോ വലുതോ ആയിക്കോട്ടെ ഒരു ഗ്രൂപ്പ് കൂടെ വരുന്നു. അങ്ങനെയാണല്ലോ കരുണാകരൻ ഭരിച്ചത്. ഈ ആർട്ടൊക്കെ കരുണാകരനെ കണ്ട് പഠിക്കണം കോൺഗ്രസ്സുകാർ. ബട്ട് ദേ വോണ്ട് റീഡ് ഹിം, ദേ വോണ്ട് ഫോളോ ഹിം. 10-18 പാർട്ടികളെയൊക്കെ വെച്ചിട്ട് കരുണാകരൻ ഞാഞ്ഞൂല് മുതൽ 8 അടി മൂർഖൻ വരെ കരുണാകരൻ്റെ UDF കൊട്ടയിലുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്താതെയും വഴക്കുണ്ടാകാതെയും ഇത് കൊണ്ടുപോകണമെങ്കിൽ അസാമാന്യ സാമർഥ്യം വേണം. വിച്ച് ക്യാൻ ബി എഗെയിൻ പെർഫോംഡ് ബൈ കെ സുധാകരൻ ഓർ VD സതീശൻ, രമേശ് ചെന്നിത്തല. അവർക്ക് വേണമെങ്കിൽ ഈ എരുതിയിൽ എണ്ണയൊഴിച്ച് മുതലെടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.